തിരകമന പ്രതിപൂജ ക്ഷേത്രത്തിനുള്ളിൽ നടത്താനാണ്. പ്രതിപൂജയും തിരകമനവും ക്ഷേത്രത്തിനുള്ളിൽ നടത്താനാണ്. അതിനുശേഷം ആചരണി മുങ്ങി ശേഷം തുടർന്ന് ബലിതർപ്പണം നടത്താനാണ്. ബലിതർപ്പണം നടത്തിയതിനു ശേഷം ആചരണി നിമജ്ജനം ചെയ്തതിന് ശേഷം പിണ്ടം നിമജ്ജനം ചെയ്തതിനു ശേഷം നമ്മുടെ ശാന്തിക്ക് ജന്മ സമർപ്പിക്കുക, തൊഴുക, ചന്ദനം തൊഴുക. അതിനുശേഷം അന്നദാനം കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും തിരികെ. എല്ലാവർക്കും അന്നദാനം സജ്ജമാക്കിയിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം തിരികെ. അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾക്ക് വസ്ത്രം മാറുവാൻ വേണ്ടി നമ്മൾ ഈ പന്തലിൻ്റെ പുറകിലായിട്ട് അതിനുള്ള സജ്ജീകരണമുണ്ട്. ഈ പന്തലിൻ്റെ പുറകിൽ തന്നെ സ്ത്രീജനങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും തിരികെ. എല്ലാവർക്കും അന്നദാനം സജ്ജമാക്കിയിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം തിരികെ. അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾക്ക് വസ്ത്രം മാറുവാൻ വേണ്ടി നമ്മൾ ഈ പന്തലിൻ്റെ പുറകിലായിട്ട് അതിനുള്ള സജ്ജീകരണമുണ്ട്. ഈ പന്തലിൻ്റെ പുറകിൽ തന്നെ സ്ത്രീജനങ്ങൾക്ക്